ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്കൊരു ഈവനിങ് വ്ളോഗാണ്. വൈകിട്ട് ജോലി കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു ഓട്ടോ കിട്ടി, ഷെയർ ഓട്ടോയാണ്. അപ്പോൾ അതിനകത്ത് കയറി ഞങ്ങൾ വന്ന് കൊട്ടിയം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് മുന്നോട്ട് നടക്കണേ, നമുക്കൊന്ന് കടയിലൊക്കെ ഒന്ന് കയറാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ജ്യൂസ് കട എത്തി. അവിടെ കയറി ഒരു ജ്യൂസ് കുടിച്ചിട്ടാവാം ബാക്കിയുള്ള പർച്ചേസും ഷോപ്പിങ്ങും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ചടപടയുന്നൊരു ജ്യൂസ് അങ്ങ് ഓർഡർ ചെയ്ത് കുടിച്ച് കേട്ടോ. 2 ഓറഞ്ച് ജ്യൂസാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത്. നല്ല കിടിലൻ ജ്യൂസായിരുന്നു. കുടിച്ചപ്പോൾ തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആയി. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഒരു മൊബൈലൊക്കെ ശരിയാക്കാൻ കടയിൽ കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരം എടുക്കും, അപ്പോഴത്തേക്ക് തളർന്ന് പോകട്ടെന്ന് കരുതി ഞങ്ങൾ 2 ജ്യൂസ് ഓർഡർ ചെയ്തത്. ഈ കടയെന്ന് പറഞ്ഞാൽ എനിക്ക് 7 വർഷം കൊണ്ട് പരിചയമുള്ളത്. അത് ഈ ചേട്ടനെയൊക്കെ നല്ല പരിചയമാണ്. അപ്പോൾ നമ്മൾ 2 ഓറഞ്ച് ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ എന്തൊരു സമാധാനമായിരുന്നെന്നോ. നമ്മൾ ഈ ചൂടത്ത് തളർന്ന് വരുമ്പോഴത്തേക്ക് ജ്യൂസ് കുടിക്കുമ്പോൾ വയറിനും മനസ്സിനും ഒക്കെ ഭയങ്കര റിഫ്രഷിംഗ് അല്ലേ. അപ്പോൾ ജ്യൂസ് കുടിച്ചിറങ്ങിയപ്പോൾ ഈ ചേച്ചി ഒരു പപ്പടം വിൽക്കുന്ന ചേച്ചി എൻ്റെ കൈ പപ്പടം തന്നു. അങ്ങനെ അതൊരു പാക്കറ്റ് വാങ്ങി. അതിനുശേഷം ഞാൻ സിംലയുടെ ജ്വല്ലറിലേക്ക് അങ്ങ് കയറി. എൻ്റെ ഒരു മൂക്കുത്തി ഒടിഞ്ഞു പോയി. ഇവിടെ നിന്ന് തന്നെ മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒടിഞ്ഞു പോയി. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒടിഞ്ഞപ്പോൾ ഒരു സങ്കടം. അങ്ങനെ അത് ശരിയാക്കാൻ കൊടുത്തിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ആ സിൽവറിൻ്റെ കുറേ കളക്ഷൻസ് കണ്ടത് നോക്കി. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. സ്വർണ്ണത്തിന് ഇത്തിരി വില കുറഞ്ഞുകൊണ്ടാണോ എന്തോ ഇഷ്ടം പോലെ ആൾക്കാർ ഇടിച്ച് കയറുന്നുണ്ട് സ്വർണ്ണക്കടയിലൊക്കെ. ഇവിടെ ഒരുപാട് സിൽവറിൻ്റെ കളക്ഷൻസ് ഉണ്ട്. കമ്മലാണെങ്കിലും മുക്കുത്തി ആണെങ്കിലും നമ്മുടെ സെക്കൻഡ് സ്റ്റഡ് ആണെങ്കിലും സിൽവർ ചെയിൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ കൂടെ ചെറിയ ചെറിയ സിൽവറിൻ്റെ കമ്മലും അങ്ങനെ മോതിരമൊക്കെ ഇവിടെ നിന്ന് എടുക്കാറുണ്ട്. പിന്നെ പെട്ടെന്ന് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്തുള്ള കടയാകുമ്പോൾ നമ്മൾ ഓടി കയറി ചില ഞുണുക്ക് സാധനങ്ങളൊക്കെ സ്വർണ്ണം മേടിക്കാൻ ഈ കടയിൽ ഞാൻ ഓടി വരാറുണ്ട്. നല്ല സെലക്ഷനൊക്കെ ഉള്ളൊരു കടയാണ്. അപ്പോൾ എൻ്റെ മൂക്കുത്തി വന്നു കേട്ടോ. ആ സമയം കൊണ്ട് എൻ്റെ ഫേവറേറ്റ് മൂക്കുത്തി ഒടിഞ്ഞപ്പോൾ ഒരു വിഷമമായിരുന്നു. എന്തായാലും ശരിയാക്കി കിട്ടി. അപ്പോൾ അവിടുന്ന് ഞാനൊരു കുഞ്ഞു മോതിരം എടുത്തിട്ടുണ്ടായിരുന്നു സിൽവറിൻ്റെ. അപ്പോൾ അത് ബില്ലടിക്കണമായിരുന്നു. അങ്ങനെ താഴെ ഇറങ്ങി വന്നു, അതും ബില്ലടിച്ച് കിട്ടി. അവിടുന്ന് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ. കാരണം അടുത്ത കടയിലേക്ക് ഇനി കയറാനുണ്ട്. 8 മുന്നേ വീടെത്തണമല്ലോ. അങ്ങനെ ചടപടയുന്ന മൊബൈൽ കടയിലേക്ക് അങ്ങ് പോയേ. അപ്പോൾ മൊബൈൽ കടയിലേക്ക് ചെന്നിട്ട് അമ്മയുടെ മൊബൈൽ കേടായി. അപ്പോൾ അതൊന്ന് ശരിയാക്കി കിട്ടണം, അതെന്താണ് പ്രശ്നം എന്നൊക്കെ ഒന്ന് അറിയണം എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അവർ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് നോക്കി. ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് വർക്ക് ചെയ്യുന്നൊരു പയ്യൻ വന്നു. ആ പയ്യൻ അങ്ങനെ അതൊക്കെ നോക്കി കേട്ടോ. ആദ്യം നോക്കിയപ്പോഴൊന്നും എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ പുള്ളിക്കാരൻ എന്തായാലും അത് തുറന്ന് അതെല്ലാം നുള്ളിപ്പറക്കിയൊക്കെ വെച്ചു കേട്ടോ. സ്ക്രൂ ഒക്കെ അഴിച്ച് നുള്ളിപ്പറക്കി നോക്കിയിട്ടും സംഭവം എന്താ മനസ്സിലാവാത്തത്. നാളെ വാ ചേച്ചി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും അമ്മയുടെ സമാധാനത്തിന് ഒരു കുഞ്ഞു ഫോണെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി ഒരു ചെറിയ ഫോൺ വാങ്ങിക്കൊണ്ട് പോയി കേട്ടോ. ആരെയും വിളിക്കാൻ നിവർത്തിയില്ല, കയ്യിൽ വേറെ ഫോണില്ലാത്തതുകൊണ്ട്. അങ്ങനെ അമ്മയ്ക്ക് ഒരു കുഞ്ഞു ഫോണും വാങ്ങിച്ചു. ഞാനങ്ങ് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. ആസ് യൂഷ്വൽ എനിക്ക് KSRTC കയറിയപ്പോൾ ഫ്രണ്ട് സീറ്റ് കിട്ടി. സമാധാനമായി ഞാൻ അതിനകത്തിരുന്നങ്ങ് യാത്ര ചെയ്തു. കല്ലുവാതുക്കൽ എത്തിയിട്ട് എനിക്ക് കുറച്ച് മീൻ മേടിക്കാനുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഈ ചുമന്ന മീനും പിന്നെ കുറച്ച് കൊഴിയാള മീനും ഇതൊക്കെ ഞാൻ 1/2 കിലോ വെച്ച് 2 സെക്ഷനായിട്ട് വാങ്ങിച്ച് ഞാനെന്ത് വൈകിട്ടങ്ങ് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.